എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് സുവോളജി എക്സാം ഒരു 2 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചു തീർക്കാം. ഇതൊരു ഫൈനൽ ലാബ് മാസ്റ്റർ പ്ലാൻ വീഡിയോ ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് സിലബസ് ഫുള്ളും കവർ ചെയ്യാനും അതേപോലെ തന്നെ റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു എക്സാമും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ആ പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് എന്താണ്. ഇപ്പൊ സെറ്റ് സുവോളജിയുടെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ടോട്ടൽ 6 മൊഡ്യൂൾസ് ആണ് ഇവിടെ വരുന്നത്. ഓരോ മൊഡ്യൂളിലും ഡിഫറെന്റ് യൂണിറ്റ്സ് വരുന്നുണ്ട്. മൊഡ്യൂൾ 1 ടാക്സോണമി ആനിമൽ ഡൈവേഴ്സിറ്റി അപ്ലൈഡ്, മൊഡ്യൂൾ 2 എവല്യൂഷൻ എക്കോളജി ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി, മൊഡ്യൂൾ 3 വരുന്നത് ആനിമൽ ഫിസിയോളജി ഇമ്മ്യൂണോളജി ഡെവലപ്മെന്റൽ ബയോളജി, മൊഡ്യൂൾ 4 ബയോകെമിസ്ട്രി ബയോഫിസിക്സ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, മൊഡ്യൂൾ 5 ജെനറ്റിക്സ് ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി, and finally module 6 ൽ വരുന്നത് സെൽ ബയോളജി മോളിക്കുലർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് സെറ്റ് സുവോളജി സിലബസിൽ വരുന്നത്. ഇനി ഇത്രയും ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു 2 മാസത്തില് എത്രത്തോളം സമയമാണ് ഈ ഓരോ യൂണിറ്റ്സും പഠിക്കാനായിട്ട് നമുക്ക് ചെലവാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ടാക്സോണമി. ടാക്സോണമിന്ന് നമുക്കൊരു 4 to 5 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് നോക്കാം. ആദ്യം തന്നെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി എപ്പോഴും ചോദ്യം വരാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ്. എസ്പെഷ്യലി ന്യൂമറിക്കൽ ടാക്സോണമി, ക്ലാഡിസ്റ്റിക്സ്, അതേപോലെ തന്നെ ഫൈലോജനറ്റിക് ട്രീ, ഇതെല്ലാം റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. മറ്റൊരു ഭാഗമാണ് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന മറ്റൊരു ഭാഗം സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം. അതിൽ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും 3 ഡൊമൈൻ സിസ്റ്റംസ് എല്ലാം റിപ്പീറ്റിംഗ് ഏരിയാസ് ആണ്. മെയിൻലി അതിന്റെ ഡീറ്റെയിൽസും ചോദിക്കാം. അതേപോലെ തന്നെ ഇതാരാണ് പ്രപ്പോസ് ചെയ്തത്, ഇവിടെ പേരുകൾ, സയന്റിസ്റ്റിന്റെ പേരുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. Then we have binomial nomenclature ചോദിക്കാറുണ്ട്. Then homonymphy, synonymphy, അതിന്റെ ഒപ്പം ടോട്ടോണിമും കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. ഈവൻ ലോ ഓഫ് പ്രയോറിറ്റി ചോദ്യം വന്നിട്ടുണ്ട്. Then molecular systematics എന്ന് പറയുന്നത് then we have mitochondrial DNA, അതേപോലെ തന്നെ RFLP, RAPD പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ടാക്സോണമിയിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ ബയോടെക്നോളജിയിലും വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ബയോടെക്നോളജിയിൽ ഈ പോർഷൻസ് എല്ലാം അവിടെ പറയുന്നുണ്ട്. And finally DNA barcoding, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് DNA barcoding. സോ നമുക്ക് ഇനി ഒരു ഷോർട്ട് പീരിയഡ് ആണ് ഇനി ഉള്ളത്. അതുകൊണ്ട് തന്നെ സിലബസിൽ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഓരോ യൂണിറ്റിലും ഏതൊക്കെ ഏരിയാസ് ആണ് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഏരിയാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫോക്കസ്ഡ് ഏരിയാസ് നല്ല പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഏരിയാസ് ആണ് ടാക്സോണമിയിൽ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തില്, ജൂൺ മാസത്തില് ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ ജസ്റ്റ് ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് ഇത് പഠിക്കാം. അപ്പൊ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഡേ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ സാറ്റർഡേ മുതൽ തുടങ്ങുകയാണെങ്കിൽ ജൂൺ 6 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു 1 ഡേ, ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ ടാക്സോണമി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു മൊഡ്യൂൾ ആണ് ആനിമൽ ഡൈവേഴ്സിറ്റി. ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് 10ലധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ്. അതിൽ തന്നെ കോഡേറ്റ് ആൻഡ് നോൺ കോഡേറ്റ് 2 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇതിന്ന് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന ഏരിയാസ് മാത്രമാണ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ ഇനീഷ്യലി സീലം റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട്. മെയിൻലി ഓരോ ഫൈലം തന്നിട്ട് പെർട്ടിക്കുലർ ഫൈലത്തിൽ വരുന്ന ഏത് ടൈപ്പ് ഓഫ് സീലമാണ്, അങ്ങനെ ചോദ്യം വരാം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ ഫൈലംസ്, ഇപ്പൊ ഉദാഹരണത്തിന് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഫൈല ആയിട്ട് ഇവിടെ പോറിഫറ, നിഡേറിയ, സ്റ്റീനോഫോറ, ദെൻ പ്ലേറ്റിഹെൽമന്തസ്, നെമാറ്റോഡ, ദെൻ അനലിഡ, മൊളസ്ക, ആർട്രോപോഡ, കൈനോഡർമേറ്റ, ഹെമികോഡൈറ്റ, ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഫൈലംസ് എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിക്കുമ്പോൾ ഇതിലെ ലൈഫ് സൈക്കിൾസ് വരുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ഫാസിയോള ഹെപ്പാറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ ഒക്കെ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. അങ്ങനെയുള്ള ലൈഫ് സൈക്കിൾസ് എല്ലാം ഉള്ള ഫൈലംസ് എല്ലാം ലൈഫ് സൈക്കിൾസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അവരുടെ ലാർവൽ ഫോംസ് സ്പെസിഫിക് ആയിട്ട് ഓരോ ഫൈലത്തിലും വരുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓരോ ഫൈലത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, അവർക്ക് കോമൺ നെയിം ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നോൺ കോഡേറ്റ് പഠിക്കേണ്ടത്. ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തീർച്ചയായിട്ടും റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് ഇതൊരു വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിയുമ്പോൾ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളെല്ലാം നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
നോൺ കോഡേറ്റ മാത്രമല്ല, വി ഹാവ് കോഡേറ്റ. കോഡേറ്റയിൽ വരുന്നത് ഏതൊക്കെയാ? സഫാല കോഡേറ്റ, യൂറോ കോഡേറ്റ, ദെൻ ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ എവല്യൂഷനിൽ വരുന്നതാണ്. കോഡേറ്റയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്, കൂടുതൽ കോണ്ടന്റ് ഉള്ളത് നോൺ കോഡേറ്റയിലാണ്. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനായിട്ട് ഒരു 5 days എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഒരു 5 days ഈ ഒരു അനിമൽ ഡൈവേഴ്സിറ്റി മൊഡ്യൂൾ പഠിക്കാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഓർക്കുക, ഓരോ ദിവസം നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ ഇതിന്റെ കൂടെ റിവിഷനും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈഡ് സുവോളജി ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്. അപ്ലൈഡ് സുവോളജിയിൽ ഈ ഒരു യൂണിറ്റിൽ കുറവ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഇതിൽ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആദ്യത്തെ നോക്കുക. ഇൻസെക്ട് പെസ്റ്റ്, പെസ്റ്റ് ഓഫ് ക്രോപ്സ്, കോക്കനട്ട് പെസ്റ്റ് ഉണ്ട്, പാഡി, ദെൻ റബ്ബർ, ഷുഗർ കെയിൻ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് പെസ്റ്റ് ഓഫ് കോക്കനട്ട് ചോദ്യം വരാറുണ്ട്. അത് പെസ്റ്റ് പഠിക്കുമ്പോൾ പെസ്റ്റിന്റെ സയന്റിഫിക് നെയിംസ് ആണ് ചോദ്യം വരാറുള്ളത്. 4 ഓപ്ഷൻസ് സയന്റിഫിക് നെയിം തന്നിട്ട് ഇതിൽ ഏതാണ് കൊക്കനട്ടിന്റെ പെസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ അല്ലാത്തത് ഏത്, ആ രീതിയിൽ ചോദ്യം വരാം. ഈവൻ പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് ഗ്രെയിൻസ്, ഇത് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. ദെൻ അതേപോലെ തന്നെ സെറികൾച്ചർ ആൻഡ് എപ്പികൾച്ചർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് എപ്പോഴും പെസ്റ്റ് റിലേറ്റഡ് ആണ്. ദെൻ അതേപോലെ തന്നെ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറും മറ്റൊരു ഏരിയ അപ്ലൈഡ് സുവോളജിയിൽ വരുന്നുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ് പഠിക്കാനായിട്ട്. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ഏരിയാസ് മാത്രം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതില് നമുക്കൊരു 1 day മാത്രം ഇതിലേക്ക് ഫോക്കസ് കൊടുത്താൽ മതിയാവും. ഒറ്റ ദിവസം കൊണ്ട് അപ്ലൈഡ് സുവോളജി പഠിച്ചു തീർക്കാം. രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. സെക്കൻഡ് യൂണിറ്റ് കണ്ടെയ്ൻസ് എവല്യൂഷൻ, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി. ഇതില് ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എവല്യൂഷൻ ആണ്. എവല്യൂഷനിൽ നിന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ എവല്യൂഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇതിന്റെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ചോദിക്കാറുണ്ട്. ഈവൻ എവല്യൂഷണറി തിയറീസും ഒറിജിൻ ഓഫ് ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള തിയറീസും, അതേപോലെ തന്നെ എവല്യൂഷണറി ടൈം സ്കെയിൽ, ദാറ്റ് ഈസ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ, അതിന് ചോദ്യം എപ്പോഴും വരാറുണ്ട്. Then theories and modern concept of organic evolution, evolutionary theories, then micro evolution, macro, co-evolution പോലെയുള്ള ടോപ്പിക്സ്. Then അടുത്തൊരു genetic drift, bottleneck, punctuated equilibrium, the neutral theory, molecular clock, റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. എസ്പെഷ്യലി പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എല്ലാം റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെയും ഓരോ തിയറീസ് പഠിക്കുമ്പോൾ ഇതാര് പ്രപ്പോസ് ചെയ്തു, അതിന്റെ സയന്റിസ്റ്റിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ we have adaptive radiation, convergent, divergent evolution പോലെയുള്ള കാര്യങ്ങൾ. then speciation ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഫൈനലി വരുന്നത് ഹ്യൂമൻ എവല്യൂഷനും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഏരിയ തന്നെയാണ്. ഇത്രയാണ് എവല്യൂഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൽ തിയറീസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജിയോളജിക്കൽ ടൈം സ്കെയിൽ ചോദിക്കാറുണ്ട്. then types of evolution, genetic drift, then human evolution, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു 2 ദിവസം എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 days പൂർണ്ണമായിട്ട് എവല്യൂഷന് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുക. എക്കോളജിയിൽ പഠിക്കാനായിട്ട് ഒരു 4 days എങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. 4 daysനുള്ളിൽ തീർച്ചയായിട്ടും അത് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഇതിൽ ആദ്യം വരുന്ന ഭാഗം എക്കോസിസ്റ്റം ആണ്. ദെൻ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് അടുത്തൊരു ടോപ്പിക്. ദെൻ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ പോലെയുള്ള ടോപ്പിക്സ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ബേസിക് ആയിട്ട് എക്കോളജിയിൽ പഠിക്കുന്ന കുറെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ബയോളജിക്കൽ നോമൻക്ലേച്ചർ, ദെൻ യു ഹാവ് യൂട്രോഫിക്കേഷൻ, അങ്ങനെയുള്ള ഏരിയാസ് എല്ലാം റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അതെല്ലാം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ എക്കോളജിക്കൽ പിറമിഡ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബയോജിയോ കെമിക്കൽ സൈക്കിളിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതിൽ തന്നെ കുറച്ചധികം പഠിക്കാനുള്ളത് നൈട്രജൻ സൈക്കിൾ മാത്രമായിരിക്കും. എക്കോളജിക്കൽ സക്സഷൻ വരാറുണ്ട്. അതിന്റെ ആ ഡിഫറെന്റ് സ്റ്റെപ്സും ടൈപ്സും നോക്കുക. ദെൻ വി ഹാവ് പോപ്പുലേഷൻ എക്കോളജി, അതിൽ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്സ് ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി എസ് ഷേപ്ഡ് കർവ് ആൻഡ് ജെ ഷേപ്ഡ് കർവ്, ആർ ആൻഡ് കെ സെലക്ടഡ് സ്പീഷീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കമ്മ്യൂണിറ്റി എക്കോളജിയിലാണെങ്കിൽ എഡ്ജ് എഫക്റ്റും എക്കോട്ടോൺ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. ദെൻ ആനിമൽ ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അതിൽ വരുന്ന ലൈക് മ്യൂച്വലിസം, കെമൻസാലിസം, പാരസിറ്റിസം പോലെയുള്ള കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾസ് നോക്കാം. ദെൻ അടുത്തൊരു ഭാഗം എന്ന് പറയുന്ന പൊല്യൂഷൻ ആണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ പൊല്യൂഷൻ ആക്ടുകൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതിന്റെ ഇയർ. ദെൻ ഈ ഓരോ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ്, ദാറ്റ് ഈസ് ആ കോസേറ്റീവ് ഏജന്റ് ഏതാന്നുള്ളത് നോക്കാം.
ദെൻ മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ വരുമ്പോൾ അതിൽ തന്നെ പൊല്യൂഷനിൽ കവർ ആവുന്ന ഏരിയ തന്നെയാണ്. ഗ്രീൻ ഹൗസ്, ആസിഡ് റെയിൻ, ഓസോൺ ഡെപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങൾ, എന്താണ് അത് കോസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ദെൻ അടുത്തൊരു റിപ്പീറ്റിംഗ് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കൺവെൻഷൻസ് ആണ്. ഓരോ കൺവെൻഷനും എന്തിനു വേണ്ടിയിട്ടാണ് കൺവെൻഷൻസ് നടത്തപ്പെട്ടത്, അതിന്റെ ഇയർ, കെയിം ഇൻ ടു ഫോഴ്സ് തുടങ്ങിയ ഇയറും ഡേറ്റും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ മാത്രം ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളുണ്ട്. റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ തന്നെയാണ് എക്കോളജി. സെയിം ഏരിയാസ് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 4 days കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത 2 ടോപ്പിക്സ് ആണ് ബയോഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ എത്തോളജി. വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ബയോഡൈവേഴ്സിറ്റിയിൽ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ദെൻ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ, ഈ 2 ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ത്യയിൽ വരുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഏതൊക്കെയാണ്, ഒരു ഹോട്ട്സ്പോട്ടിനെ എങ്ങനെയാണ് ഹോട്ട്സ്പോട്ട് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് തുടങ്ങിയ പോയിന്റ്സ് എല്ലാം പഠിക്കാം. ദെൻ എത്തോളജി വരുന്നുണ്ട്. എത്തോളജിയിൽ ആദ്യം ഉള്ളത് ലേണിംഗ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ്, ഇംപ്രിന്റിംഗ്, ഹാബിച്വേഷൻ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തുടങ്ങിയ കാര്യങ്ങൾ ലേണിംഗ് ബേസ് ചെയ്തിട്ട് 1-2 ചോദ്യങ്ങളൊക്കെ മിക്കവാറും വരാറുണ്ട്. ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകും. ദെൻ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ലൈക്ക് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ ഓഫ് ഫിഷസ് ആൻഡ് ബേർഡ്സ്, അതിൽ തന്നെ ഫിഷസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ദെൻ സിർക്കാഡിയം റിതം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫൈനലി ഫിറോമോൺസ്. ഇത്രയും ഏരിയാസ് ആണ് ബയോഡൈവേഴ്സിറ്റി എത്തോളജിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വിത്തിൻ 1 day കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. യൂണിറ്റ് 3 വരുന്ന ആദ്യത്തെ ഭാഗം ആനിമൽ ഫിസിയോളജി ആണ്. ആനിമൽ ഫിസിയോളജിയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 5 days ആനിമൽ ഫിസിയോളജിക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 20 മുതൽ അപ് ടു 24 വരെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ 5 days നിങ്ങളുടെ കൺവീനിയന്റ് പോലെ ഏത് ഡേയ്സ് വേണേലും ആകാം. എന്നാലും ഒരു 5 days എങ്കിലും എടുത്താലും നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഇതില് ആനിമൽ ഫിസിയോളജിയിൽ വി ഹാവ് ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ, അതേപോലെ തന്നെ എക്സ്ക്രീഷൻ. ഇതാണ് ആദ്യത്തെ ഒരു ഭാഗത്തിൽ വരുന്നത്. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അതില് മെയിൻലി ചോദ്യം കൂടുതൽ വരുന്നത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും എൻസൈം റിലേറ്റഡ് കാര്യങ്ങളാണ്. റെസ്പിറേഷൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ബോർ എഫക്ട് വരുന്നുണ്ട്. ദെൻ ക്ലോറൈഡ് ഷിഫ്റ്റ്, ഇതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ സർക്കുലേഷൻ ആണെങ്കിൽ വി ഹാവ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട്, അതേപോലെ തന്നെ ഹാർട്ടിന്റെ സ്ട്രക്ചർ റിലേറ്റഡ് ചോദ്യം വരാം. ബ്ലഡ് കോമ്പോസിഷൻ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാൻ ചാൻസസ് ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. വാട്ട് ഈസ് ECG, കാർഡിയാക് സൈക്കിൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒപ്പം തന്നെ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം തന്നെ നോക്കി പോവുക. ദെൻ ലൈക്ക് ബ്രാഡികാർഡിയ, ടാച്ചികാർഡിയ പോലെയുള്ള ടേംസ് ഒക്കെ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഹാർട്ട് റേറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. ദെൻ എക്സ്ക്രീഷൻ വരുന്നുണ്ട്. എക്സ്ക്രീഷനിൽ വി ഹാവ് യൂറിയ സൈക്കിൾ വരുന്നതാണ്. ദെൻ അൾട്രാ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ മറ്റൊരു ഇമ്പോർട്ടന്റ് ഭാഗം. യൂറിൻ ഫോർമേഷന്റെ മെക്കാനിസം ചോദിക്കാറുണ്ട്. ഇതാണ് കൂടുതലായിട്ട് എക്സ്ക്രീഷനിൽ നിന്ന് ചോദിക്കുന്നത്. ആനിമൽ ഫിസിയോളജിയുടെ അടുത്ത ഭാഗത്ത് വരുന്നത് വി ഹാവ് മസിൽ ഫിസിയോളജി, ന്യൂറോ ഫിസിയോളജി, എൻഡോക്രൈൻ സിസ്റ്റം, സെൻസ് ഓർഗൻ, റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി. ഇത്രയും ഭാഗങ്ങൾ വരുന്നുണ്ട്. മസിൽ ഫിസിയോളജിയിൽ അൾട്രാ സ്ട്രക്ചർ ഓഫ് സ്കെൽട്ടൽ മസിൽ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ബേസിക് കുറെ ടേംസ് ലൈക്ക് എന്താണ് മസിൽ ട്വിച്ച്, വാട്ട് ഈസ് സമ്മേഷൻ, ടെറ്റനസ്, ഫെറ്റീഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ ന്യൂറോ ഫിസിയോളജി ദാറ്റ് ഇസ് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. എൻഡോക്രൈൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ഹോർമോൺ റിലേറ്റഡ് ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അപ്പൊ മേജർ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതിന്റെ ഹോർമോൺസും കൃത്യമായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഹോർമോണൽ ഡിസോർഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. സെൻസ് ഓർഗൻ ആണ് അടുത്ത് വരുന്ന ഭാഗം. സെൻസ് ഓർഗൻ അത്രയധികം ചോദ്യം വരാറില്ല. ബട്ട് ഇൻ ബിറ്റ്വീൻ 1-2 ചോദ്യങ്ങളെല്ലാം വന്ന് കണ്ടിട്ടുണ്ട് സെൻസ് ഓർഗൻ റിലേറ്റ് ചെയ്തിട്ട്. അതിൽ തന്നെ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടാക്ടൈൽ സെൻസേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. പർട്ടിക്കുലർ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതിയാവും. ദെൻ റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി വരുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ഫിസിയോളജിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതേപോലെ തന്നെ അതിൽ വരുന്ന സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻഡ്സ് അങ്ങനെയാണ് എടുത്ത് ചോദിക്കാറുള്ളത്. സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻഡ്സ് ചോദിക്കാറുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ റിലേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ മെൻസ്ട്രുവൽ സൈക്കിൾ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ, അപ്പൊ മെയിൻലി അതിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, FSH, LH അങ്ങനെ റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട്.
ഇത്തരം കാര്യങ്ങളാണ് ആനിമൽ ഫിസിയോളജിയിൽ വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനിമൽ ഫിസിയോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് 5 days എങ്കിലും എടുക്കണം. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജി ആണ്. ഇമ്മ്യൂണോളജി 2 days കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. അത്രയധികം കാര്യങ്ങൾ വരുന്നില്ല, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റും ആണ്. ആദ്യത്തേത് ഓർഗൻസ് വരുന്നുണ്ട്, ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ദെൻ ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി വരുന്നുണ്ട്, മെയിൻലി ഇന്നേറ്റ് ആൻഡ് അക്യൂർഡ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ളത് സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി. സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി പഠിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ മാത്രമല്ല, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ പഠിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ മാത്രമല്ല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ വരുന്നുണ്ട്. ഓരോ ടൈപ്സും അതിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ MHC ചോദിക്കാറുണ്ട്. കോംപ്ലിമെന്റ് സിസ്റ്റം റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. മേജർ കോംപ്ലിമെന്റ് സിസ്റ്റത്തിന്റെ ഒരു 3 ടൈപ്സ്, അതിന്റെ ഒരു എന്താണ് ഓരോ കോംപ്ലിമെന്റ് പാത്ത് വേനെയും ട്രിഗർ ചെയ്യുന്ന മെക്കാനിസം എന്താണെന്നുള്ളത് നോക്കിയാൽ മതിയാകും. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതേപോലെ തന്നെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്മ്യൂണോളജിയിൽ ചോദിക്കുന്നത്. ഇതിൽ തന്നെ MHC ഇമ്മ്യൂണോഗ്ലോബുലിനും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസ്. വിത്തിൻ 2 days ഇമ്മ്യൂണോളജി പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ഡെവലപ്മെന്റൽ ബയോളജി. ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് ടൈപ്സ് ഓഫ് എഗ്, ദെൻ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ചോദിക്കാറുണ്ട്, ദെൻ ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗാസ്റ്റുല, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഏരിയ ആണ്. വിത്ത് എക്സാമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാം. ദെൻ മറ്റൊരു ഏരിയ ആണ് പ്രൈമറി എംബ്രിയോണിക് ഇൻഡക്ഷൻ, ന്യൂക്യൂബ്സെന്റ് തുടങ്ങിയ ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പ്ലാസന്റയുടെ ടൈപ്സ്, അതിൽ തന്നെ പ്രൈമേറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പാർത്തനോജനസിസ്, അതിൽ തന്നെ 2 ടൈപ്സ്, അർഹനോടോക്കി, ടെലിടോക്കി, അത് രണ്ടും നോക്കുക. ദെൻ പിന്നീടുള്ളത് എക്സ്പെരിമെന്റൽ എംബ്രിയോളജി ആണ്. അതിൽ തന്നെ ക്ലോണിംഗ് ഇമ്പോർട്ടന്റ് ആണ്, ക്ലോണിംഗ് ചോദിക്കാറുള്ളതാണ്. ദെൻ ടെറാറ്റോജനസിസ് റിലേറ്റഡ് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്റ്റെം സെൽസ്, ടൈപ്സ് ഓഫ് സ്റ്റെം സെൽസ് പോലെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനീഷ്യലി വരുന്ന ഭാഗത്ത് നമുക്ക് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ക്ലീവേജ്, ടൈപ്സും ബ്ലാസ്റ്റുല, ഗാസ്ട്രുല എല്ലാം വിത്ത് എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് എഗ്, അതേപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് പോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം പഠിക്കാനായിട്ട് ഒരു 3 days എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ 27, 28, 29 ഇത്രയും 3 ദിവസങ്ങളിൽ ഡെവലപ്മെന്റൽ ബയോളജിക്ക് വേണ്ടി മാറ്റിവെക്കുക. യൂണിറ്റ് വരുന്നത് ബയോ കെമിസ്ട്രി ആണ്. ബയോ കെമിസ്ട്രിയിലും നമുക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്, നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 4 ദിവസം ബയോ കെമിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെക്കാം. ബയോകെമിസ്ട്രിയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് സൈക്കിൾ പോലെയുള്ള ഏരിയാസ് വരുന്നത് റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ഏരിയ തന്നെയാണ് മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതേപോലെ തന്നെ ലിപ്പിഡ് മെറ്റബോളിസത്തിൽ വരുന്ന ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇമ്പോർട്ടന്റ് ആണ്. ഓൾസോ ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്, അതിൽ നിന്ന് ചോദ്യം വരുന്നതാണ്. Then we have protein, പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ പ്രോട്ടീൻ സ്ട്രക്ചർ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരുന്നുണ്ട്. Then അതേപോലെ തന്നെ വൈറ്റമിൻസ്, വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറ്റമിൻസ്, അതിന്റെ ഡെഫിഷ്യൻസി, ക്ലാസിഫിക്കേഷൻ, ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതെ, എൻസൈംസിലെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ദെൻ എൻസൈം കൈനറ്റിക്സ് ചോദിക്കാറുണ്ട്. എൻസൈം ഇൻഹിബിഷൻ, എൻസൈം ഇൻഹിബിഷനിൽ മെയിൻലി KM ആൻഡ് Vmax അതിനെ ബേസ് ചെയ്തിട്ട് ഇൻഹിബിഷൻ പഠിച്ചാൽ മതി, അതിന്റെ പോയിന്റ്സ്. ഇത്രയാണ് ബയോകെമിസ്ട്രിയിൽ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നത് ചോദ്യങ്ങൾ. അത്യാവശ്യം നമുക്ക് കൂടുതൽ കോണ്ടന്റ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ 5-ലധികം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ബയോകെമിസ്ട്രിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ 4 days ബയോകെമിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബയോഫിസിക്സ് ആണ് ഇനി അടുത്ത പഠിക്കാനുള്ളത്. ബയോഫിസിക്സ് പഠിക്കാനായിട്ട് ഇവിടെ ഒരു 3 days പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 3 ദിവസം ബയോഫിസിക്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതിൽ തന്നെ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പി ആണ്. സോ ഇതിൽ ഫോക്കസ്ഡ് ഏരിയാസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. മൈക്രോസ്കോപ്പി, അതിൽ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെന്റ്, ട്രാൻസ്മിഷൻ, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ദെൻ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ക്രോമാറ്റോഗ്രഫി ആണ്. ക്രോമാറ്റോഗ്രഫിയും റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ക്രോമാറ്റോഗ്രഫിയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അയൺ എക്സ്ചേഞ്ച്, കോളം, TLC, HPLC തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോഫോറസിസ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ SDS പേജ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റിംഗ് ഏരിയ ആണ് SDS പേജ്. പിന്നെ ഉള്ളത് കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ തുടങ്ങിയ ഏരിയാസ് ആണ്. ദെൻ സെൻട്രിഫ്യൂജ് വരുന്നുണ്ട്. ദെൻ ELISA, അതേപോലെ തന്നെ റേഡിയോ ഇമ്മ്യൂണോ അസേ, ELISA, ദെൻ ECG, EEG, MRI ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ഈവൻ PET, പെറ്റും കൂടി നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ തന്നെ ദെൻ റേഡിയേഷൻ ബയോളജി,
അതിന്റെ യൂണിറ്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഓട്ടോ റേഡിയോഗ്രഫി, ഇത്രയും ഏരിയാസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ മൈക്രോസ്കോപ്പി, ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് ഡിഫറെന്റ് ടൈപ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ 3 days ബയോഫിസിക്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ബയോസ്റ്റാറ്റിറ്റിക്സ് ആണ് അടുത്ത ടോപ്പിക്. ബയോസ്റ്റാറ്റിറ്റിക്സ് ഒരു 1 day കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ദിവസം ബയോസ്റ്റാറ്റിറ്റിക്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇതിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് അത് പ്രോബ്ലം ആയിരിക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളത് മീൻ, മീഡിയൻ, മോഡ്, അതാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, ഇതും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. ദെൻ ബാക്കിയുള്ളത് ചോദിച്ചിട്ടുണ്ട് ബട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് വന്നിട്ടില്ല. ബൈനോമിയൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ അനോവ, ദെൻ കോറിലേഷനും റിഗ്രഷനും കൈ സ്ക്വയർ ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. ഇക്വേഷൻസ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, അതിന്റെ കോൺസെപ്റ്റ്, കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, കൈ സ്ക്വയർ, ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ എല്ലാം കൃത്യമായിട്ട് ഇക്വേഷൻസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പ്രോബ്ലം ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. ഇത് പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ 1 day കൊണ്ട് പഠിക്കുക. ജനറ്റിക്സിൽ നോക്കുക ഇമ്പോർട്ടന്റ് ഏരിയാസ്. ഇതില് ആദ്യമേ തന്നെ മെൻഡീലിയൻ പ്രിൻസിപ്പൽസ് ആണ് വരുന്നത്. മെൻഡീലിയൻ പ്രിൻസിപ്പൽസ് ഇന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് ജീൻസ്, അല്ലീലിക് ജീനിക് ഇന്ററാക്ഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ടും ചോദ്യം വരാറുള്ളതാണ്. എസ്പെഷ്യലി എപ്പിസ്റ്റാസിസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാറുള്ളതാണ്. ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോസ് എല്ലാം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ ചോദിക്കാറുള്ള ഭാഗം തന്നെയാണ്. ദെൻ ഫൈനലി മ്യൂട്ടേഷൻസ്, ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കപ്പ പാർട്ടിക്കൽസ് ഇൻ പാരമീഷ്യം, റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് കപ്പ പാർട്ടിക്കൽസ് ഇൻ പാരമീഷ്യം. ദെൻ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ തന്നെ ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. ദെൻ സെക്സ് ഡിറ്റർമിനേഷൻ, എസ്പെഷ്യലി ഡോർസോഫിലിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ, ജീനിക് ബാലൻസ് തിയറീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ ലയൺ ഹൈപ്പോത്തസിസ്, ബാർബോഡി, ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. മറ്റൊന്നാണ് ഹ്യൂമൻ ജെനറ്റിക്സ്. ഹ്യൂമൻ ജെനറ്റിക്സിലെ ക്രോമസോമൽ അനോമലീസ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ക്രോമസോമൽ അനോമലീസ് റിലേറ്റഡ് ചോദ്യം വരാറുള്ളതാണ്. ദെൻ ഇൻബോൺ എറേഴ്സ് ഇൻ മെറ്റബോളിസം ആസ് വെൽ ആസ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ബയോടെക്നോളജിയിലും കൂടി വന്നിരിക്കുന്ന ടോപ്പിക്കാണ്. ഇത്രയും ഏരിയാസ് ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് ഒരു 4 ദിവസം എടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബയോടെക്നോളജി ഒരു 2 days കൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗം വെക്ടേഴ്സും പ്ലാസ്മിഡ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് മിക്കവാറും ചോദ്യം വരാറുണ്ട്. ദെൻ അതേപോലെ തന്നെ മോളിക്കുലാർ മാർക്കേഴ്സ്, RFLP, RAPD പോലെയുള്ള കാര്യങ്ങൾ. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത് DNA ഫിംഗർ പ്രിന്റിങ്ങും DNA സീക്വൻസിങ് ഇമ്പോർട്ടന്റ് ആണ്. cDNA ലൈബ്രറി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വി ഹാവ് PCR, ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ബൈ PCR. ദെൻ റെസ്ട്രിക്ഷൻ എൻസൈംസ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള ടേംസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ദെൻ ബ്ലോട്ടിംഗ് ടെക്നിക്സ്, സദേൺ, നോർത്തേൺ, വെസ്റ്റേൺ, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബേസിക് ഐഡിയ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ IPR പോലെയുള്ള ടോപ്പിക്സ്, ദെൻ ട്രാൻസ്ജീനിക് ആനിമൽസ്, ഇത്രയാണ് ബയോടെക്നോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ വിത്തിൻ 2 days ബയോടെക്നോളജി പഠിച്ചു തീർക്കാം. മൈക്രോബയോളജി ഒരു 1 day കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. അത്ര അധികം ചോദ്യം മൈക്രോബയോളജിയിൽ വരാറില്ല. ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് യൂഷ്വലി ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ആണ്. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ വ്യത്യാസം, ഗ്രാം സ്ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ വൈറോളജി റിലേറ്റ് ചെയ്തിട്ട്, വൈറസിന്റെ സ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇതാണ് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മൈക്രോബയോളജിയിൽ വരുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ സെൽ ബയോളജി ആണ്. സെൽ ബയോളജി ഒരു 2 days കൊണ്ട് പഠിച്ചു തീർക്കാം. ആദ്യം തന്നെ സെൽ തിയറി പോലെയുള്ള ബേസിക് ഐഡിയാസ് ഉണ്ടാക്കി വെക്കുക. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട് പോലെയുള്ള ഏരിയാസ് നോക്കുക. ഡെസ്മോസോംസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്ലാസ്മ മെംബ്രെയിന്റെ മോഡിഫിക്കേഷൻസ് ചോദ്യം വരാറുണ്ട്. സെൽ ഓർഗനൽസ് പഠിക്കുമ്പോൾ മൈറ്റോകോൺട്രിയ, റൈബോസോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈബോസോമിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. അത് കൂടുതൽ ഫോക്കസ് കൊടുക്കാം. അടുത്തൊരു ഭാഗം സൈറ്റോസ്കെൽട്ടൻ ആണ്. ദെൻ സെൽ ഡിവിഷൻ, മൈറ്റോസിസും മിയോസിസും, പ്രത്യേകിച്ച് മിയോസിസ് 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡിഫറെന്റ് ഫേസസ് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വരാം. റീസെന്റ് ആയിട്ട് തന്നെ സെൽ സൈക്കിൾ റെഗുലേഷൻ ബേസ് ചെയ്തിട്ട് ചോദ്യം കൂടുതൽ വന്നിട്ടുണ്ട്. സെൽ സിഗ്നലിംഗ്, മെയിൻലി സൈക്ലിക് AMP പാത്വേയും അതേപോലെ തന്നെ IP3 DAC പാത്വേ, അതിന്റെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം.
ദെൻ അതേപോലെ തന്നെ ക്രോമസോമിന്റെ സ്ട്രക്ചർ ലൈക്ക് യൂക്രോമാറ്റിൻ ദെൻ ഹെറ്ററോക്രോമാറ്റിൻ പോലെയുള്ള ഏരിയാസ് അത് ബേസിക് വരുന്നതാണ്. ഈവൻ ജനറ്റിക്സിലൊക്കെ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. സെൽ ബയോളജിയിൽ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മോളിക്കുലാർ ബയോളജി ഇതിൽ ഒരു 3 days കൊണ്ട് പഠിച്ചു തീർക്കാം. വിത്തിൻ 3 days കൊണ്ട് മോളിക്കുലാർ ബയോളജി നോക്കാം. മോളിക്കുലാർ ബയോളജിയുടെ ആദ്യ ബേസിക് ആയിട്ട് ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ നോക്കുക. ലൈക്ക് ABZ ഫോംസ് ഓഫ് DNA ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ റെപ്ലിക്കേഷൻ മാത്രമല്ല അവിടെ നമുക്കുള്ളത് ഏതൊക്കെ റെപ്ലിക്കേഷൻ ഉണ്ട്, വി ഹാവ് ട്രാൻസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ. ഇതാണ് മോളിക്കുലാർ ബയോളജിയിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട 3 കാര്യങ്ങൾ. ഇത് 3 പഠിക്കുമ്പോഴും വി ഹാവ് ടു സ്റ്റഡി പ്രോകാരിയോട്സ് ആസ് വെൽ ആസ് യൂകാരിയോട്സ്. ബേസിക് ആയിട്ട് റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള മെഷീനറീസ് ഏതൊക്കെയാണ്, ട്രാൻസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് വേണ്ടത്, ട്രാൻസ്ലേഷൻ എന്തൊക്കെയാണ് വേണ്ടത്, ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ RNAയുടെ ഡിഫറെന്റ് ടൈപ്സ് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. ജനറ്റിക് കോഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദെൻ റെഗുലേഷനിൽ ലാക്കോപ്രോൺ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആന്റിസെൻസ് RNA സ്ട്രാറ്റജീസ്, siRNA, miRNA, ഇത്രയും കാര്യങ്ങളാണ് മോളിക്കുലാർ ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള എൻസൈംസ് അതേപോലെ തന്നെ മെഷീനറീസ് പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ PYQs നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒരു ഐഡിയ കിട്ടും മോളിക്കുലാർ ബയോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ബയോ ഇൻഫർമാറ്റിക്സ് ആണ് ഫൈനലി ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ബയോ ഇൻഫർമാറ്റിക്സ് തീർച്ചയായിട്ടും ഒരു 1 day കൊണ്ട് ബയോ ഇൻഫർമാറ്റിക്സ് പഠിക്കാം. ഒറ്റ ദിവസത്തേക്ക് മാറ്റിവയ്ക്കാം. ഇത് പഠിക്കുമ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ബയോളജിക്കൽ ഡാറ്റാബേസ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. DNA, RNA അതേപോലെ തന്നെ പ്രോട്ടീൻസ്. അതിന്റെ എക്സാമ്പിൾസ് ഉദാഹരണത്തിന് നോക്കുക. PDB, SwissProt, GenBank, EMBL, NCBI. ഇതൊക്കെ ഏത് ഡാറ്റാബേസസ് ആണ്, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. then അതേപോലെ തന്നെ സീക്വൻസ് അലൈൻമെന്റ് അതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. ആൻഡ് വി ഹാവ് ജീനോമിക്സ്, ജീനോമിക്സും പ്രോട്ടിയോമിക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ റിലേറ്റ് ചെയ്ത് ചോദ്യം വരുന്നതാണ്. ഈ ഒരു ബയോ ഇൻഫർമാറ്റിക്സ് പഠിക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് ഒരു ഐഡിയ കിട്ടും. അതിൽ തന്നെ ഇപ്പോൾ ബയോളജിക്കൽ ഡാറ്റാബേസസും അതേപോലെ തന്നെ ബ്ലാസ്റ്റ് പോലെയുള്ള ഏരിയാസ് ഒക്കെ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബയോ ഇൻഫർമാറ്റിക്സ്. സെറ്റിന്റെ പ്രിപ്പറേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക എന്നുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും മിനിമം നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠനത്തോടൊപ്പം തന്നെ MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഫൈനലി എക്സാമിന് മുന്നേ ഉള്ള ഒരു 10 ദിവസത്തേക്ക് കൃത്യമായിട്ട് റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിലും MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ ജനറൽ പേപ്പറിനും ഈ ഒരു ദിവസങ്ങളിൽ ജനറൽ പേപ്പറിനും വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.